ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അതിദരിദ്രർ ഇല്ലാത്ത പദ്ധതിക്കും ഭവനരഹിതർ ഇല്ലാത്ത കൊച്ചിക്കും പ്രാധാന്യം നൽകി കൊച്ചി നഗരസഭാ ബജറ്റ്. അതിദരിദ്രരില്ലാത്ത പദ്ധതിക്കും ഭവനരഹിതരില്ലാത്ത കൊച്ചിക്കും പ്രാധാന്യം നൽകി കൊച്ചി നഗരസഭയുടെ ബജറ്റ്. 1206 കോടി 60,518 രൂപ വരവും 943 കോടി 64,40,500 രൂപ ചെലവും 262 കോടി 36,14,718 നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ കെ അൻസി അവതരിപ്പിച്ചത്. 2024-25 പുതുക്കിയ ബജറ്റും 25-26 ബജറ്റ് നിർദ്ദേശവും കൊച്ചി നഗരസഭയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ 712 കോടി 39,42,099 രൂപ വരവും 503 കോടി 79,92,212 രൂപ ചെലവും 208 കോടി 59,49,887 രൂപ നീക്കിയിരിപ്പുമുള്ള യഥാർത്ഥ കണക്കുകളും 2024-25 സാമ്പത്തിക വർഷത്തെ 1061 കോടി 32,38,736 രൂപ വരവും 836 കോടി 98,91,059 രൂപ ചെലവും 224 കോടി 33,47,677 രൂപ നീക്കിയിരിപ്പ് ബാക്കി പ്രതീക്ഷിക്കുന്ന പുതുക്കിയ ബജറ്റ് 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് 1206 കോടി 60,518 രൂപ വരവും 943 കോടി 64,40,45,800 രൂപ ചെലവ് 262 കോടി 36,14,718 രൂപ നീക്കി ബാക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് എസ്റ്റിമേറ്റും നഗരസഭാ കൗൺസിലിന്റെ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. അതിദരിദ്രരില്ലാത്ത കൊച്ചി നഗരവൽക്കരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ്. ഒരു കൈത്താങ്ങായി ഇവരുടെ കൂടെ നിൽക്കേണ്ടതും എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകേണ്ടതും പ്രാദേശിക സർക്കാരുടെ പ്രാഥമിക കർത്തവ്യങ്ങളിൽ ഒന്നാണ്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങളെയും സുരക്ഷിതവും സംരക്ഷണവും കൊച്ചി നഗരസഭ ഏറ്റെടുക്കും. ഈ വലിയ കർമ്മ പദ്ധതിയുടെ വിജയത്തിനായി എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു. തനത് ഫണ്ടടക്കം വിവിധ മാർഗങ്ങളിലൂടെ ഫണ്ട് സ്വരൂപിച്ച് അതിദരിദ്രരില്ലാത്ത കൊച്ചി പദ്ധതി നടപ്പിലാക്കും. വാടക വീടുകളിൽ താമസിക്കുന്ന അതിദരിദ്രരായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനായി വൈറ്റിലയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കും. അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് ബഡ്ജറ്റ് ആവർത്തന പദ്ധതികളാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 2020 ഡിസംബറിൽ നിലവിൽ വന്ന കൗൺസിലിന്റെ 5ാമത്തെയും അവസാനത്തെയും ബഡ്ജറ്റാണ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്കടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ജനപക്ഷ നഗര വികസന മാതൃകയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി കൊച്ചി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗര വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന വ്യത്യസ്തമായ സമീപനങ്ങളോട് കൂടിയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു. നമ്മുടെ നഗരത്തെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിൽ മാലിന്യം ഏറ്റവും താഴെ തട്ടിൽ കൂടി നിൽക്കുന്ന നമ്മൾ ജോലിക്ക് വയ്ക്കാത്ത ഹരിത കർമ്മസേനക്കാരായിട്ടുള്ള ആളുകൾ. സ്വാഭാവികമായും അവരുടെ സംരക്ഷണം അവർ നേരിട്ട് നമ്മുടെ ജീവനക്കാരല്ലെങ്കിൽ പോലും തൊഴിലാളികളല്ലെങ്കിൽ പോലും അവരുടെ സംരക്ഷണവും നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ നഗരത്തിൽ വന്ന് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും കൊച്ചി നഗരത്തിൽ വോട്ടുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ല. അതിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഹരിത കർമ്മസേനക്കാരുണ്ട്. ഞാനൊരു മാധ്യമ വാർത്ത ഞാൻ കൗൺസിലറായ ഡിവിഷനിൽ മാലിന്യമെടുക്കുന്ന ഒരു തൊഴിലാളിയെ കുറിച്ച് കണ്ടത് ഞാൻ അപ്പോഴാണ് അത് തിരിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സൈക്കിൾ പോയതിന്റെ വാർത്ത ഒരു മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നടന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കോവിഡ് കാലത്ത് നമ്മുടെ നഗരത്തിൽ വന്ന് ജോലിയെടുത്ത് പോകുന്ന ഹരിത കർമ്മസേനക്കാരെ കുറിച്ചാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ ഒന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും അവർക്ക് അനുകൂലമായ നിലപാടുകൾ തന്നെയായിരിക്കും ഈ ബഡ്ജറ്റിന്റെ മുഖമുദ്ര എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് 4 കൊല്ലം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് സാമ്പത്തികമായി സ്വയം പര്യാപ്തമായ കൊച്ചി നഗരസഭ എന്ന ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നതിനാണ് ബജറ്റ് ഊന്നൽ നൽകിയത്. ഭദ്രമായ സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, ധനകാര്യ മാനേജ്മെന്റ്, വിഭവങ്ങളുടെ ശാസ്ത്രീയമായ വിനിയോഗം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തന രീതിയാണ് ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്.
ധനസമാഹരണത്തിനായി വിവിധ സ്രോതസ്സുകളെ ഉപയോഗിക്കുന്ന രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. ദീർഘവീക്ഷണത്തോടും ദൂരക്കാഴ്ചയോടും കൂടി കൊച്ചിയുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത സുരക്ഷയും നഗരത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയ കൊച്ചി നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ പ്രധാന പദ്ധതികളും അവയുടെ തുകകളും ഇതാണ്. അതിദരിദ്രരില്ലാത്ത കൊച്ചിക്ക് 10 കോടി, ഭവനരഹിതരില്ലാത്ത കൊച്ചിക്ക് 20 കോടി, എല്ലാവർക്കും പട്ടയം 50 ലക്ഷം, നൈറ്റ് ഷെൽട്ടറിന് 1 കോടി, മയക്കുമരുന്നിന് എതിരായ പോരാട്ടം 50 ലക്ഷം തുടങ്ങിയ ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായി. എന്നാൽ ബജറ്റ് തനിയാവർത്തനമാണെന്ന് കോൺഗ്രസും കേന്ദ്ര പദ്ധതികളുടെ തനിയാവർത്തനമാണെന്ന് BJPയും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.